നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരുടെയോ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കാട്ടോ. രാവിലെ തന്നെ മീൻമുട്ട വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. പാളയത്ത് പോയിട്ട് പാളയത്തെ കിട്ടത്തുള്ളൂ കേട്ടോ മീൻമുട്ടായിട്ട് കിട്ടണമെങ്കിൽ. മഴ അങ്ങനെ ആരുടെയോ വീടിന്റെ ഫ്രണ്ടിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. അവരിപ്പോ കാണുകയാണെങ്കിൽ നമ്മൾ അടിച്ചിറക്കി വിടും കേട്ടോ. ഇപ്പൊ സമയം 9-9:30 മണിയാവും. 10 മണിയെങ്കിലാവും തോന്നുന്നു. ഇനി മഴയൊക്കെ മാറിയിട്ട് അവിടെ ചെല്ലുമ്പോൾ മീൻമുട്ടയും കാണില്ല, ഒന്നും കാണില്ല. ചിലപ്പോ രാവിലെ ചെന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാവിലെ ഇറങ്ങിയത്. ഇനി മീൻമുട്ടയും കാണില്ല, ഒന്നും കാണില്ല കേട്ടോ. മഴ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ല മഴ. അപ്പോൾ അങ്ങനെ മഴയൊക്കെ മാറി നമ്മൾ മാർക്കറ്റിലേക്ക് പോവുക കേട്ടോ. റോഡാണെങ്കിലും നല്ല തിരക്കുണ്ട്. ഓഫീസ് ടൈം അല്ലേ, അപ്പോൾ അതിൻ്റേതായ തിരക്കും മഴയും ഒക്കെ ഉണ്ട്. സ്കൂട്ടർ വന്നിട്ട് തന്നെ ബ്ലോക്കിൽ കിടക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പാളയത്തെത്തി. പാളയത്ത് വന്നിടത്ത് മീനും ഇല്ല, മീൻമുട്ടയില്ല കേട്ടോ. മീനുണ്ട്, മീൻമുട്ടയില്ല. ഇപ്പോൾ കൊടുത്തേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴും എല്ലാവരും പറഞ്ഞത് ഇപ്പം അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ, ഇപ്പോൾ ഒരു സാറ് വന്ന് വാങ്ങിച്ചിട്ട് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം ചെന്നപ്പോഴും മീൻമുട്ടയൊന്നും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു 8 മണിയൊക്കെ ആകുമ്പോൾ ചെന്നാൽ ചിലപ്പോൾ കിട്ടിയാലായി. അപ്പോഴും ഇത് തന്നെയാണോ ഡയലോഗ് എന്ന് അറിയത്തില്ല. ഇപ്പം കൊടുത്ത് കഴിക്കുന്നതേ ഉള്ളൂ. ദേ ആ വീട്ടിലെ സാറാണ് വന്ന് വാങ്ങിച്ചിട്ട് പോയത് എന്നൊക്കെയാട്ടോ പറഞ്ഞത്. പക്ഷേ വലിയ ചൂരമീൻ്റെയൊക്കെ മീൻമുട്ടയുണ്ട്, മത്തി മീൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് കുഞ്ഞ് മത്തിയുടെയൊക്കെ കുഞ്ഞ് മീൻമുട്ടയാണ് ഇഷ്ടം. പിന്നെ ചൂരയൊക്കെ വലിയ ചൂരയൊക്കെ വെട്ടുന്നുണ്ട്, നെയ്മീനൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മീൻമുട്ട ഉണ്ടാവും. പക്ഷേ എന്തായാലും നമ്മൾ ഇന്ന് ചെന്നപ്പോൾ ഒന്നിൻ്റെ മീൻമുട്ട ഉണ്ടായിരുന്നില്ല, കിട്ടിയില്ല. രാവിലെ വേദ സ്കൂളിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു, ഇന്ന് പറ്റുവാണെങ്കിൽ മീൻമുട്ട വാങ്ങിച്ച് വറുത്ത് വെച്ചേക്കാവേ എന്ന്. പക്ഷേ മീൻമുട്ട കിട്ടിയില്ല. ചിലപ്പോൾ ഈ കോൾഡ് സ്റ്റോറേജ് ഇല്ലേ, അവിടെയൊക്കെ ചെന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടും കേട്ടോ. ചിലപ്പോഴേ കിട്ടത്തുള്ളൂ. എന്തായാലും ആ പൂതി അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ നാൾ കൊണ്ട് തിന്നാൻ നോക്കുകയാണ്, പക്ഷേ കിട്ടുന്നില്ല. ചിലപ്പോൾ പോകുമ്പോൾ കിട്ടാറുണ്ട്, പക്ഷേ ഇപ്പം കിട്ടിയില്ല. സാധാരണ കൊറിയർ എല്ലാം ഏട്ടനാട്ടോ എഴുതി. ഞാൻ അഡ്രസ്സ് എല്ലാം ഇട്ട് കൊടുക്കും. എഴുതി തരുന്നത് ഏട്ടനാണ്. ഞാൻ പ്രിന്റർ ഇപ്പൊ തൽക്കാലം വാങ്ങുന്നില്ല. ഒരു 15,000 എന്തോ ആണ് നല്ല പ്രിന്ററിന്റെ റേറ്റ് പറഞ്ഞത്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റർ മതി. പക്ഷെ വേദ പഠിക്കുകയല്ലേ, അപ്പോൾ വേദയ്ക്കൂടെ ആവശ്യമുള്ള ടൈപ്പ് വാങ്ങുമ്പോൾ നല്ലത് നോക്കി വാങ്ങണം. അപ്പോൾ കളറെല്ലാം ആഡ് ചെയ്യുന്ന പ്രിന്ററാണ് ഞാൻ നോക്കിയത്. 15,000 എന്തോ പറഞ്ഞു. ഇപ്പം തൽക്കാലം പ്രിന്റർ വാങ്ങുന്നില്ല. ഏട്ടൻ എനിക്ക് എഴുതി തരുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ തന്നെ പറയും കുഴപ്പമില്ല, ഞാൻ എഴുതി തരാം. അയ്യോ, എൻ്റെ വസ്ത്രയുടെ ഫോൺ അവിടെ എന്തോ. എഴുതി തരാം. വെറുതെ വാങ്ങി ഇപ്പോൾ കാശ് കളയണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പ്രിന്റർ വാങ്ങിയില്ല. ഇപ്പോൾ 1-2 കൊറിയർ വന്നു. അപ്പോൾ ഏട്ടനില്ല. അപ്പോൾ ഞാൻ കരുതി ഞാൻ തന്നെ എഴുതി അങ്ങ് വയ്ക്കാം. എഴുതുന്ന ഡ്യൂട്ടിയും കൊണ്ടു കൊടുക്കുന്ന ഡ്യൂട്ടിയും ഞാൻ ഏട്ടന് കൊടുത്തു കേട്ടോ. ഏട്ടൻ ചെയ്തു തരും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഉപയോഗമുള്ള കാര്യമല്ലേ, ഒരാൾക്ക് മാത്രമല്ലല്ലോ. അതുകൊണ്ട് ഏട്ടൻ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. ഏട്ടന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ പറയും, ഏട്ടാ സവോള വേണം, ഉരുളക്കിഴങ്ങ് വേണം, കൊച്ചുള്ളി വേണം, വെജിറ്റബിൾസ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടൻ എന്ത് ചെയ്യുമെന്നറിയോ? ആദ്യം സവോള വാങ്ങിച്ചിട്ട് വരും, പിന്നെ കൊച്ചുള്ളി വാങ്ങിച്ചിട്ട് വരും, പിന്നെ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചിട്ട് വരും. ഓരോ സാധനം വാങ്ങാൻ ഓരോ പ്രാവശ്യം പോവും. ഇങ്ങനെ സ്കൂട്ടറും എടുത്ത് കറങ്ങി നടക്കാൻ ഇഷ്ടമുള്ള, ഇതുപോലെ ഇഷ്ടമുള്ള ഒരു മനുഷ്യന്. 8089332208 ഫോൺ നമ്പർ തെറ്റിപ്പോവും അല്ലെങ്കിൽ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് എഴുതുമ്പോഴേ. അതുകൊണ്ട് ഇങ്ങനെ ഇഷ്ടം. അതുകൊണ്ട് കൊറിയറൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വരും. ടു അഡ്രസ്സ് എഴുതിയില്ല. വസ്ത്രയുടെ ഫോൺ അവിടെ അവിടെ ആയിപ്പോയി, അതിലാണ് അഡ്രസ്സ് കിടക്കുന്നത്. അതുകൊണ്ട് ഏട്ടൻ കൊണ്ട് കൊടുത്തിട്ട് വരും. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അക്കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്. അയ്യോ, മിനിയാൻ്റെ എപ്പോഴും പറയും, എന്തോന്നടി അവൻ എപ്പം നോക്കിയാലും ഒരു ദിവസം രാവിലെ കണി കാണുന്നതേ അവൻ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും കണ്ടാണ്. ഒരു ദിവസം എത്ര ചുമ്മാ വീട്ടിൽ ഇരിക്കത്തേ ഇല്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്കൊക്കെ കുറച്ച് സമയം ഭക്ഷണം കഴിച്ചിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ ചുമ്മാ ഇങ്ങനെ സ്കൂട്ടർ എടുത്ത് പോകലാണ് ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ജോലി. അല്ലെങ്കിൽ കാറും എടുത്ത് എപ്പോഴും നമുക്ക് ദൂരോട്ടൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് സ്കൂട്ടർ എടുത്ത് ഒന്നുമില്ലെങ്കിലും താഴെ തൊട്ട് താഴെ ഒരു കുഞ്ഞു വയലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സച്ചിൻ്റെ വീടിൻ്റെ ഒക്കെ അങ്ങോട്ട് പോകാം. അവിടെ ചെന്ന് ചുമ്മാ നിൽക്കും. ചിലപ്പോൾ ഫോൺ ചെയ്യാൻ പോകണമായിരിക്കും. ഫോൺ ചെയ്ത് അവിടെ അങ്ങനെ നിൽക്കും. വീട്ടിൽ ഞാൻ സമാധാനം കൊടുക്കുന്നില്ലെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. അങ്ങനെയൊന്നും അല്ല. ഏട്ടന് അത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് കൊടുക്കും. ഇന്ന് ഇത്ര ഓർഡേഴ്സ്, 2 വലിയ കൊറിയറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഓർഡേഴ്സ് അവർ ഇപ്പോൾ ഓർഡർ ചെയ്യും. പിന്നീട് ആ കളക്ഷൻസ് ഇല്ലെങ്കിലോ എന്ന് എഴുതി നേരത്തെ ഓർഡർ ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാൻ പറയും, പിന്നീട് എടുക്കാമെന്ന് പറയും. നമ്മൾ ഇന്നലെ ഇട്ട റെസ്റ്റ് ഓറഞ്ച്, കോഫി ബ്രൗൺ, കല്യാണി കോട്ടൺ എല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ കാഞ്ചി കോട്ടനും മഹേശ്വരി കോട്ടനും ഉണ്ട് കേട്ടോ. മഹേശ്വരി കോട്ടൺ ഇനി 2 പീസേ ഉള്ളൂ. കാഞ്ചി കോട്ടൺ ഇനി 1 പീസേ ഉള്ളൂ. റെസ്റ്റ് ഓറഞ്ച് കോഫി ബ്രൗൺ വേണമെങ്കിൽ പെട്ടെന്ന്, മഹേശ്വരി കോട്ടനും കാഞ്ചി കോട്ടനും വേണമെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് കുറച്ച് കുറവായിരിക്കും. ഇന്നലെ വൈകുന്നേരം ഇവിടെ ഭയങ്കര കാറ്റായിരുന്നേ. കാറ്റത്ത് വൈകിട്ട് വീണ മാങ്ങയാണ്. ഞാൻ കണ്ടു, പക്ഷെ എടുക്കാൻ മറന്നു കേട്ടോ. ഇന്ന് രാവിലെ ഇപ്പം ഞാൻ പോയിട്ട് വന്നപ്പോൾ ദേ വെളിയിലിങ്ങനെ കിടക്കുന്നു. ഇപ്പോഴാണ് ഓർത്തത്. സത്യമായിട്ട് എനിക്കിപ്പോൾ ഒന്നിനും സമയമില്ല, ഒന്നിനും ഓർമ്മയില്ല.
അറിയത്തില്ല എന്താണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഏട്ടനോട് പറഞ്ഞു രാവിലെ എഴുന്നേറ്റിട്ട് ചായ പാലുണ്ടോന്ന് ചോദിക്കാൻ പറഞ്ഞു ചായ ഇടുന്ന് പറഞ്ഞു. ഞാൻ മറന്നു 9 മണിയായിട്ട് 8 മണിയായപ്പോൾ ഏട്ടൻ പുറത്ത് പോയിട്ടോ. പോയപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ചായ ഇടാൻ ഞാൻ ചായ ഇടാൻ പോയി ഞാനാണ്. ഞാൻ പറഞ്ഞു അയ്യോ ചായ ഇടാൻ പറഞ്ഞതാണല്ലോ. പിന്നെ ഏട്ടൻ വന്നപ്പോൾ ഇങ്ങോട്ട് ഞാൻ മറന്നുപോയി. പിന്നെ ഏട്ടൻ പോയി ഞാൻ കരുതി ഇനി നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഏട്ടൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. സ്കൂട്ടർ എടുത്ത് പോയി ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. അങ്ങനെ പല എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് അടുപ്പത്തിട്ടിട്ട് ചിലപ്പോൾ വസ്ത്രയുടെ പുറകെ അങ്ങ് പോകും. മെയിനായിട്ട് ഇത് കണ്ടു ഞാൻ മാങ്ങ വീണ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ വസ്ത്രയിൽ എന്തോ മെസ്സേജസ് എന്തോ വന്നു അതിനെയൊക്കെ നോക്കിയിരുന്നപ്പോൾ പിന്നീട് അതിൻ്റെ കാര്യം മറന്നുപോയി. ഇന്ന് രാവിലെ ആ സാധനം അവിടെ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ ചിന്തകൾ പല പല സ്ഥലത്തൊക്കെയാണ്. വസ്ത്രയുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ബിസിനസ് കുഞ്ഞായാലും അത് നടത്തുമ്പോൾ ഉള്ളൊരു ടെൻഷൻ. അപ്പോൾ ഈ വലിയ ബിസിനസ് ഉള്ളവരൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ഇവിടെയെങ്ങും അല്ല, നമുക്ക് നമ്മുടെ മൈൻഡ് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കളക്ഷൻസ് എവിടെ പോവാം, എങ്ങനെ എടുക്കാം, അതെങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം, ഈ വരുന്ന സാരീസ് ഫോട്ടോസ് എടുക്കുന്നു, ഇടുന്നു, അങ്ങനെ ഇങ്ങനെ അങ്ങനെ ആകുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോകും കേട്ടോ. നമ്മുടെ അടുത്ത ചുരിദാർ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. വെറും 4 പീസേ ഉണ്ടായിരുന്നുള്ളൂ. മിക്കവാറും നാളെ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴേക്കും ഈ 4 പീസും കഴിയും കേട്ടോ. കാരണം ചുരിദാർ മെറ്റീരിയലിന് അത്രയും ഡിമാൻഡാണ്. ഇതൊരു ബോട്ടിൽ ഗ്രീൻ റെഡ് കളർ കോമ്പിനേഷനാണ്. നമ്മൾ കഴിഞ്ഞതിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ടോപ്പായിട്ട് വരും, ഒരു ബട്ടർഫ്ലൈ ഡിസൈനൊക്കെ വരുന്ന ടോപ്പ്, ഇതിൻ്റെ ഷോള്, ഇതിൻ്റെ പാൻസ് ഇതാട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കസ്റ്റമർ പ്രീ ബുക്ക് ചെയ്തതാണ് ഇത്. അതിന്നാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 4 പീസ് കൂടെ അഡീഷണൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെറും 4 പീസ് മാത്രമേ ഇനിയുള്ളൂ. അത് മിക്കവാറും വീഡിയോ അപ്ലോഡ് ആകുമ്പോഴേക്കും ഇത് കഴിയും കേട്ടോ. അത്രയ്ക്ക് അവിടെ ചുരിദാർ മെറ്റീരിയൽ വന്ന അത്രയ്ക്ക് ഡിമാൻഡ് കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റി സാധനമാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ എടുക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, അഹങ്കാരം പറയുന്നതല്ല. അത്രയും നല്ല സാധനമാണ്. അതുകൊണ്ട് നല്ല നല്ല എൻക്വയറീസും എല്ലാം എടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. ഇനി നമ്മൾ മിക്കവാറും അടുത്ത ആഴ്ച പോവാം. നമ്മുടെ ഇതൊക്കെ ഓൾമോസ്റ്റ് കാലിയായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോസ് ഇടുന്നതെല്ലാം പോകുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഇട്ട കോഫി ബ്രൗൺ റസ്റ്റ് ഓറഞ്ച് സാരിയൊക്കെ പോയി. ഇനി ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള മഹേശ്വരി കോട്ടനും പിന്നെ കാഞ്ചി കോട്ടണിൽ ഒരു സാരി ഉണ്ട് കേട്ടോ, ഓറഞ്ച് കോഫി ബ്രൗൺ. കാരണം അതിന് ഭയങ്കര ഡിമാൻഡാണ് ഈ ഓറഞ്ച് കോഫി ബ്രൗൺ. നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ അവിടെ ഡീലറോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത ആഴ്ച മിക്കവാറും വരുമ്പോൾ റെസ്റ്റ് ഓറഞ്ച് കോഫി ബ്രൗൺ വേണം എനിക്ക് ചെയ്ത് തരണേന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളും വരുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളീ പറയുന്നത് അവിടെ ആര് കേൾക്കാനല്ലേ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാവുമെന്ന് കൺഫേം പറയുന്നില്ല. ഈ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ റീൽസ് എടുക്കാനായിട്ട് ഞാൻ അൺബോക്സ് ചെയ്തതാണ്. അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആ റീൽസ് ഇടും. ഇട്ടാൽ ഉടനെ അതിൻ്റെ അപ്ഡേഷൻസ് അറിയാം. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഈ പീസസ് ഇനി ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. ഉണ്ടോ എന്ന് ചോദിച്ച് വെറുതെ നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ നമ്മൾ പല വെറൈറ്റീസും കൊണ്ടുവരും കേട്ടോ. നമ്മുടെ സെറ്റ് സാരിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി സെറ്റ് സാരിയിൽ ഇന്ന് നമുക്കൊരു സാരി കാണിച്ചു കൊടുക്കാമല്ലോ. ഓണം സീരീസ് അല്ലേ. കൃഷ്ണൻ്റെ കാല് നമ്മൾ കാണിച്ചായിരുന്ന കൃഷ്ണൻ രാധയാണ് കാണിച്ചത്. അതൊക്കെ സോൾഡ് ഔട്ടായി. ഇത് കൃഷ്ണൻ്റെ കാലിൽ വരുന്ന ഒരു സംഭവമായിട്ട് കാലും ഓടക്കുഴലും മയിൽപ്പീലിയാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ഇത് ത്രെഡ് വർക്കിൽ ഹാൻഡ് പെയിൻറ് ചെയ്തതാണ് കേട്ടോ. പെയിൻറ് കൈകൊണ്ട് ചെയ്തതാണ്, ഹാൻഡ് കൊണ്ട് ത്രെഡ് വർക്ക് ചെയ്തതാണ്. എൻ്റെ ബോഡി ഫുൾ ഇങ്ങനെ മയിൽപ്പീലി വരുന്നുണ്ട്. ബ്ലൗസ് വന്നിട്ട് നോർമൽ പ്ലെയിൻ ആണ് വരുന്നത്. സ്ലീവിൽ ഇതുപോലെ ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സാരി. ഇങ്ങനെ വരും മുന്താണി. കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. കൃഷ്ണൻ്റെ ഇത് എവിടെ കണ്ടാലും നമുക്കൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ ആണല്ലോ. എൻ്റെ കൃഷ്ണനും രാധയൊക്കെ പോയി. ഇനി ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇനി നമുക്ക് ഏത് സാരി കാണിക്കാം? ഒരു പോച്ചമ്പള്ളി സാരി കാണിച്ചാലോ? അപ്പോൾ ഏത്? ഇത് നമ്മൾ കാണിച്ചില്ലേ, ക്രീം കളർ, അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന സാരി അതുണ്ട്. പിന്നെ സിമ്പിളായിട്ട് വേണമെങ്കിൽ വൈറ്റ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ, ഓണം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ സിമ്പിളായിട്ടുള്ള വൈറ്റ്. ഇത് ജസ്റ്റ് വൈറ്റ് തന്നെ, അത് വേറെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് കരുതിയാണ് ഞാൻ. പിന്നെ മഹേശ്വരി കോട്ടനാണ്, പ്ലെയിൻ വൈറ്റ് ആണ് വരുന്നത്. മുന്താണി എല്ലാം വൈറ്റ് ആണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മഹേശ്വരി കോട്ടൺ. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് കുഞ്ഞിയുടെ നൂലുകെട്ടിനും ഞാൻ അത് തന്നെ ഉടുത്തത്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ, ബൂട്ടാ വർക്ക്സ് ഒന്നുമില്ല, പ്ലെയിനിൽ സ്ലീവിൽ കുഞ്ഞ് ബോർഡർ വരും, ബോഡിയിൽ ബൂട്ടാ വർക്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇനി ഒരു സാരിയോട് വേണമെങ്കിൽ കാണിക്കാം. പുളിയിലക്കര ഒന്നും ആർക്കും വേണ്ടേ? പുളിയിലക്കര ഇനി റെഡ് മാത്രമേ സാരി ഉള്ളൂ കേട്ടോ.
വിത്ത് ബ്ലൗസ് ആണ് നമുക്ക് വരുന്നത്. പുളിയിലക്കര ബ്ലാക്ക് ഒക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ. കൊച്ചമ്പള്ളി ഇനി നാളെ കാണിക്കാം, എല്ലാം കൂടെ ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും. മറ്റേ ഇതായിരുന്നു ഭയങ്കര ട്രെൻഡിങ്. ഇത് ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യണേ എന്ന് പറഞ്ഞു. തൻപട്ടി കോട്ടൺ എന്നാണ് പറയുന്നത്. പൊങ്കാലയ്ക്ക് ഞാൻ പൊങ്കാല സാരിയായിട്ട് കൊണ്ടുവന്നതാണ്. അത് ഞാൻ വളരെ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് പോവോ ഇല്ല എന്ന് എനിക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മോ, എനിക്കൊരു ഇപ്പോഴും എനിക്ക് വരാറുണ്ട്. അതിൽ ഇനി ആകെ 3 സാരിയുള്ളൂ കേട്ടോ, തൻപട്ടി കോട്ടൺ. ഇത് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഒന്നാ സാരി കിട്ടി, പിന്നീട് ആ സാരി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോയപ്പം നമുക്ക് ഈറോഡ് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് എടുത്തതാണ്. പിന്നെ അതൊക്കെ തന്നെ കേട്ടോ. ഇനി ഇപ്രാവശ്യം നമ്മൾ സുങ്കടി കോട്ടൺ എടുക്കും, ചെട്ടിനാട് കോട്ടൺ എടുക്കും. ഇപ്രാവശ്യം നമ്മളൊരു ഹ്യൂജ് ഷോപ്പിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് റീസൺ ഉണ്ട്, അത് ഞാൻ വഴിയേ ഞാൻ പറയാം. ഈ ആഴ്ച നമ്മൾ ശരിക്കും പറഞ്ഞാൽ സേലം പോകാനായിട്ട് ഇരുന്നതാണ്. സേലം അല്ല, തമിഴ്നാട് ഈറോഡ്, മധുരൈ, ചെട്ടിനാട്, കോയമ്പത്തൂർ, അങ്ങനെ ഒരു വലിയ ഷോപ്പിംഗ് പോകാനായിട്ട് പ്ലാൻ ചെയ്തതാണ് ഈ വീക്ക്. എനിക്ക് വേദയ്ക്ക് സ്കൂളും ട്യൂഷനും ഒന്നും ഇല്ലാത്തപ്പോഴല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോകാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് കൊച്ചിനെ വിളിച്ചോണ്ട് പോവല്ലേ, ഈ ഞായറാഴ്ചയാണ് വിളിച്ചോണ്ട് പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ക്യാൻസൽ ചെയ്തു. സത്യമായിട്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ക്യാൻസൽ ചെയ്തത്. ഇനി കാരണം നമുക്കിവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓണം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പോലെ നമുക്ക് ബിസിനസ് നടക്കുന്നുണ്ട്. ഒരുപാട് പേര് കളക്ഷൻസ് ചോദിക്കുമ്പോൾ നമ്മൾ കളക്ഷൻസ് ഇട്ട് കൊടുക്കണം. അല്ല ഇല്ല എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ കളക്ഷൻസ് കുറവ്. അപ്പം പോവാണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പോയി എടുത്തില്ലെങ്കിൽ ഒരു സുഖം അങ്ങോട്ട് കിട്ടില്ല. അതുകൊണ്ട് പോയി തന്നെ എടുക്കണം. അങ്ങനെ പിന്നെ അതിനെ ക്യാൻസൽ ചെയ്ത് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് വെച്ചേക്കാണ്. അടുത്ത ആഴ്ച മധുരൈ സുങ്കുടി കോട്ടൺ, ചട്ടനാട് കോട്ടൺ, കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടൺ, പിന്നെ കാഞ്ചി കോട്ടൺ, മൾ കോട്ടൺ, നമ്മുടെ ഓണം മൾ കോട്ടൺ എടുക്കും. അങ്ങനെ ഒരു വലിയൊരു സെറ്റ് സാരീസിനാണ് ചോദിക്കലോട്ടോ. ഇഷ്ടം പോലെ സെറ്റ് സാരീസ് എടുക്കണം. പിന്നെ ഇനി ഓണം വെറും 50 ദിവസം കണ്ടേ ഉള്ളൂ. ഇനി ഓണത്തിന് എത്ര ദിവസം? ഞാൻ ഇന്നൊരു വീഡിയോയിൽ കണ്ട വെറും 50 ദിവസം ഇനി ഓണത്തിനുള്ളൂ, അത്രയും കണ്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ചിലപ്പോൾ പോകാൻ പറ്റില്ല ഓണത്തിന് മുന്നേ, നമ്മുടെ സെയിൽ അനുസരിച്ചിരിക്കും. അപ്പോൾ പോയി ഒരുപാട് കളക്ഷൻസ് വസ്ത്രയിൽ കൊണ്ടുവരണം. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച മിക്കവാറും നമ്മളൊരു വലിയ ഷോപ്പിങ്ങിന് ചുരിദാർ മെറ്റീരിയൽസ് നിറയെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ആഴ്ച പോകാൻ നിൽക്കുന്നത്. ഇനി ഇത് മടക്കണ്ടേ? ഇന്നലെ ഫോട്ടോ എടുക്കാനായിട്ട് എടുത്ത് ഞാനും വേദയും കൂടെ എത്ര സമയം നിന്നാ. ചിരിക്കണ്ട, കയറിപ്പോയി. 9:30 ഏട്ടൻ കയറി കിടക്കാനായിട്ട് പോയി. പാവൻ്റെ വേദയാണ് എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നത്. വേദ പിന്നെ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ. സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കുഴപ്പമില്ല, ഫാൻ കിടക്കും. നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ വസ്ത്രയുടെ പുറകെ കുറച്ച് തിരക്കാണ്. തിരക്ക് എന്താന്നൊക്കെ ഉള്ളത് വഴിയെ പറയാൻ. സമയം 9:30 മണിയായത്. എൻ്റെ വസ്ത്രയോടൊപ്പമുള്ള പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞപ്പോൾ റീൽസ് ഇടക്കം പോലും ഇല്ല. ഡെയിലി വ്ളോഗ്സ് മാത്രമാണ് വരുന്നത്. അതും വളരെ കുഞ്ഞായിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടുന്നു ഓരോ വ്ളോഗ്സും. ഇന്നത്തെ വീഡിയോ വളരെ ലെങ്ത് കുറവായിരിക്കും. ആ വന്ന മെറ്റീരിയൽ എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടോ. ഒരു അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി. ഞാൻ ജസ്റ്റ് 4 പീസ് അവിടെ ആ സെയിം സാധനം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 4 പീസ് ചുമ്മാ എടുത്തതാട്ടോ. നമുക്ക് ഗ്രീൻ വലിയ രീതിയിൽ പോകില്ല, പക്ഷെ ബോട്ടിൽ ഗ്രീന് നല്ല ഇതുണ്ട്. ബോട്ടിൽ ഗ്രീൻ റെഡ് കളർ കോമ്പിനേഷന് അതുപോലെ തന്നെ അത് പോവുകയും ചെയ്തു. നാളെ സ്കൂളുണ്ട്. നാളെ വേദയ്ക്ക് സ്കൂളുണ്ട്. അതാണ് എനിക്കും വയ്യട രാവിലെ എഴുന്നേക്കാൻ. നമ്മളിന്ന് നെട്ടയത്ത് പോകാൻ നിന്നതാണ്. മറ്റന്നാൾ കുഞ്ഞി അങ്ങ് കൊണ്ടുപോവല്ലേ, അപ്പൊ ഇന്നങ്ങ് പോകാന്ന് കരുതി നിന്നു. അപ്പോ സാറ്റർഡേ ക്ലാസ് ഉണ്ട്, പിന്നെ അങ്ങ് പോയാൽ നടക്കില്ല. അപ്പൊ നാളെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം പോവാന്നും പറഞ്ഞ് നിൽക്കുന്നു. പിന്നെ എനിക്ക് കുറച്ചേറെ പരിപാടികളുണ്ട്, അതെല്ലാം ചെയ്തിട്ട് പതിയെ പോകും നമ്മള്. അല്ലേടാ? കുറച്ചേരം എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഞാൻ മാത്രമായിട്ട് നമ്മുടെ വസ്ത്രയുടെ പേജിൽ ഇടാനൊക്കെ ആയിട്ട് കുറച്ച് ഓണം വരുമല്ലേ, അപ്പം നമ്മൾ ഉടുത്ത് കാണുമ്പോൾ വേറൊരു ഭംഗിയല്ലേ. അപ്പൊ കുറച്ച് സാരീസൊക്കെ തനിയെ ഉടുത്തിട്ട് ഏട്ടൻ ഫോട്ടോസ് എടുത്ത് തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഏട്ടൻ കുറച്ച് ബിസിയാന്ന് പറഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിടണം. അങ്ങനെയൊക്കെ കുറച്ചേറെ പ്ലാനിങ്ങുകളുണ്ട്. എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം നമുക്ക് എൻഡ് ചെയ്യാം. എന്തോന്നടാ, അവൾ ആക്ടിവിറ്റി ചെയ്യണത് കാണിച്ചു കൊടുക്കൂ, അവൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറയണം. എന്തോന്ന് ഫാൻ ഇട്ടേക്കുന്ന പ്രശ്നം? AC ഇടാറുണ്ട്, ഭയങ്കര ചൂട്, മഴ പെയ്തിട്ടും ചൂട്. അപ്പൊ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം നമുക്ക് എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഫോണിലായിരുന്നു ഇത്രയും സമയം, അതുകൊണ്ട് കണ്ണൊക്കെ വേദനിക്കുന്നു, ഉറക്കം വരുന്നു. ഒന്ന് കിടന്നാ മതി. ഞാൻ ഇപ്പൊ ഭ്രാന്തികളെ പോലെ ഇരിപ്പുണ്ടാവും അല്ലേ. അപ്പൊ എന്തായാലും ടാറ്റാ ബൈ.